അച്ഛൻ പറഞ്ഞ കഥകളുടെ 28ാം ഭാഗം പറയുന്നത് ശ്രീകൃഷ്ണൻ സ്വന്തം പത്നിയായ സത്യഭാമയുടെ അഹംഭാവം ശമിപ്പിച്ച കഥയാണ്. ശ്രീകൃഷ്ണന്റെ 16,008 പത്നിമാരിൽ പ്രധാനികൾ രാധ, രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, ഭദ്ര, ലക്ഷ്മണ എന്നിങ്ങനെ 8 പേരാണെന്നറിയാമല്ലോ. സത്രാജിത്തിന്റെ മകളായിരുന്നു സത്യഭാമ. ശ്രീകൃഷ്ണൻ സത്യഭാമയെ വിവാഹം കഴിക്കാനിടയായ സേമന്തകമണിയുടെ കഥ ശ്രീകൃഷ്ണനും ജാംബവാനും എന്ന കഥയിൽ നമ്മൾ കണ്ടതാണല്ലോ. അതിസമ്പന്നനായ സത്രാജിത്തിന്റെ മകളെന്ന നിലയിൽ സത്യഭാമ സ്വന്തം സമ്പത്തിൽ അല്പം അഹങ്കരിച്ചിരുന്നു. താനാണ് ഏറ്റവും സമ്പന്നയും സുന്ദരിയുമായ പത്നിയെന്നും അതിനാൽ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയം തന്നോടാണെന്നുമുള്ള അതിരുകടന്ന ആത്മവിശ്വാസം സത്യഭാമയ്ക്കുണ്ടായിരുന്നു. ശ്രീകൃഷ്ണനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് താനാണെന്ന് ശ്രീകൃഷ്ണനെ ബോധ്യപ്പെടുത്താനും മറ്റുള്ള പത്നിമാരുടെ മുന്നിലും രാജ്യവാസികളുടെ മുന്നിലും അത് തെളിയിക്കാനുമായി സത്യഭാമ ഒരു മാർഗം കണ്ടുപിടിച്ചു. അതനുസരിച്ച് ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ദിനത്തിൽ ശ്രീകൃഷ്ണന് സ്വർണം കൊണ്ട് തുലാഭാരം നടത്താനും ശ്രീകൃഷ്ണന്റെ ഭാരത്തിൻ്റെ അത്രയും സ്വർണം തദ്ദേശവാസികൾക്ക് ദാനം ചെയ്യാനും സത്യഭാമ തീരുമാനിച്ചു. ഇത് തൻ്റെ പ്രീതി പിടിച്ചു പറ്റാനും രാജ്യവാസികളുടെ ബഹുമാനം നേടിയെടുക്കാനുമുള്ള സത്യഭാമയുടെ ശ്രമമാണെന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ സത്യഭാമയുടെ അഹംഭാവം ഇല്ലാതാകണമെന്ന് മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ദിനം വന്നെത്തുകയും സത്യഭാമ തുലാഭാരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു. സത്യഭാമയുടെ തുലാഭാരത്തിൻ്റെ കാര്യം പറഞ്ഞറിഞ്ഞ ഗ്രാമവാസികൾ കൊട്ടാരം മുറ്റത്ത് തടിച്ചുകൂടി. സത്യഭാമ തുലാഭാരത്തിനുള്ള ത്രാസ് വരുത്തുകയും അതിൻ്റെ ഒരു തട്ടിലായി ശ്രീകൃഷ്ണൻ അമർന്നിരിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ്റെ ഏകദേശം ഭാരം മനസ്സിലാക്കിയിരുന്ന സത്യഭാമ അതിലധികം സ്വർണവും രത്നവുമെല്ലാം ഒരുക്കിയിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ ഇരുന്ന തട്ടിൻ്റെ മറുതട്ടിലായി സത്യഭാമ സ്വർണം നിറച്ചു തുടങ്ങി. കരുതിയിരുന്ന സ്വർണം മുഴുവൻ തട്ടിൽ വച്ചിട്ടും ശ്രീകൃഷ്ണൻ്റെ തൂക്കം എത്തിയില്ല എന്ന് മാത്രമല്ല, ശ്രീകൃഷ്ണൻ ഇരുന്ന തട്ടിന് ഒരു ചെറു ചലനം പോലും സംഭവിച്ചില്ല. ശ്രീകൃഷ്ണൻ തന്നെ പരീക്ഷിക്കാനായി സ്വന്തം ഭാരം ദിവ്യശക്തിയാൽ വർദ്ധിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന സത്യഭാമ തൻ്റെ പക്കലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ വരുത്തിച്ച് തട്ടിലേക്ക് വച്ചെങ്കിലും തട്ടിന് ഒരു ചെറു ചലനം പോലും സംഭവിച്ചില്ല. അങ്ങനെ തൻ്റെ കൈവശമുള്ള സ്വർണമെല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കിയ സത്യഭാമ രാജ്യവാസികളുടെ മുന്നിൽ താൻ അപമാനിക്കപ്പെടുകയാണെന്നുള്ള തോന്നലിൽ സങ്കടമടക്കാനാവാതെ പൊട്ടിക്കരച്ചിലിൻ്റെ വക്കോളമെത്തി. നിസ്സഹായായ സത്യഭാമ രുക്മിണിയെ നോക്കി താൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. രുക്മിണി മുറ്റത്തേക്ക് പോവുകയും 3 തുളസി ഇലകൾ നുള്ളിയെടുത്ത് കൊണ്ടുവന്ന് സ്വർണം വെച്ച് തട്ടിലേക്ക് വയ്ക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ശ്രീകൃഷ്ണൻ ഇരുന്ന് തട്ട് ഉയരുകയും കൃത്യമായി ഭാരം തുലനാവസ്ഥയിലെത്തുകയും ചെയ്തു. ഇവിടെ സമ്പത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായ സ്വർണത്തേക്കാൾ മൂല്യം നിസ്വാർത്ഥമായ ഭക്തിയുടെയും ഹൃദയശുദ്ധിയുടെയും പ്രതീകമായ തുളസിയിലേക്കാണെന്ന് വരികയും അത് അഹംഭാവത്തിനു മേൽ നിസ്വാർത്ഥമായ ഭക്തി നേടിയ വിജയത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയും ചെയ്തു. അഹംഭാവമെല്ലാം ശമിച്ച സത്യഭാമ ശ്രീകൃഷ്ണനോട് ക്ഷമ ചോദിക്കുകയും ശ്രീകൃഷ്ണൻ ചെറുപുഞ്ചിരിയോടെ സത്യഭാമയെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതാണ് സത്യഭാമയുടെ അഹംഭാവം ശ്രീകൃഷ്ണൻ ശമിപ്പിച്ച കഥ. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 29ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.